നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു വിഷയത്തിൽ നിന്നും നമുക്ക് ഇന്ന് തുടങ്ങാം. കൊടുക്കുന്നതിൻ്റെ ഗുണം. എന്താണ് കൊടുക്കൽ? നമ്മുടെ കയ്യിലുള്ളത് ഒരു പ്രതീക്ഷയും കൂടാതെ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് തീരെ പരിചയമില്ലാത്ത ആൾക്ക് കൊടുക്കുന്നതാണ്. ഇന്നത്തെ കാലത്തിൽ ഭൂരിഭാഗം പേരും വളരെ സ്വാർത്ഥമായി തന്നെ ചിന്തിക്കുന്നു. അവർ ജീവിതകാലം മുഴുവൻ എല്ലാം ചേർത്തുകൊണ്ടേയിരിക്കും. ഒരു സ്വാർത്ഥ താല്പര്യവും ഇല്ലാതെ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ തികച്ചും അപരിചിതർക്ക് പൂർണ്ണ മനസ്സോടെ കൊടുക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്നവർ വളരെ വിരളമാണ്. ഇതിന് കാരണം കൊടുക്കുന്നതിൻ്റെ ഗുണം ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈ ലോകത്ത് സമ്പന്നരായ ആളുകൾ സമ്പന്നരായി തുടരുന്നത് അവർ കൊടുക്കുന്നത് കൊണ്ടാണ്. അതേപോലെ പാവപ്പെട്ടവർ പാവപ്പെട്ടവരായി തന്നെ ജീവിക്കുന്നത് അവർ കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ പൊതുവെ പറയാറില്ലേ, അറിവ് അത് കൊടുക്കും തോറും വർദ്ധിക്കുമെന്ന്. ഉദാഹരണത്തിന് ഒരു അധ്യാപകൻ അവർ പഠിപ്പിക്കുന്ന വിഷയത്തിൽ വളരെ പ്രാവീണ്യമുള്ളവർ ആയിരിക്കും. ഒരു കണക്ക് അധ്യാപകൻ കണക്കിലും, ഒരു സയൻസ് അധ്യാപകൻ സയൻസിലും, ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ ഇംഗ്ലീഷിലും വളരെ പാണ്ഡിത്യമുള്ളവനായിരിക്കും. കാരണം അവർ അതാണ് വിദ്യാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു നദി പോലെ ആവണം. കാരണം ഒരു നദി ഒരു ഗ്രാമത്തിന് മുഴുവൻ വെള്ളം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ ഏറ്റവും വെള്ളമുള്ളതും ആ നദിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഭയവുമില്ലാതെ കൊടുക്കണം. കൊടുക്കും തോറും അത് നമ്മളിൽ വളർന്നുകൊണ്ടേയിരിക്കും. അത് പണമായാലും അറിവായാലും മറ്റെന്ത് തന്നെ ആയാലും ഇത് ഒരു ലോക നിയമമാണ്. പക്ഷേ എല്ലാവർക്കും ഇതറിയില്ല. അതുകൊണ്ട് ചേർത്തുകൊണ്ടേയിരിക്കും. മനുഷ്യർ വിചാരിക്കും അവർക്ക് ഇല്ലാത്തതെല്ലാം അവർ ചേർത്തുകൊണ്ടേയിരിക്കണമെന്ന്. അതുകൊണ്ട് അവർ അവരുടെ കയ്യിൽ ഇല്ലാത്തത് ചേർത്തുകൊണ്ടേയിരിക്കും. പക്ഷേ ശരിയായ അറിവ് നേടിയ ഒരാൾ അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കിയ ഒരാൾ തൻ്റെ കയ്യിലുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ തുടങ്ങും. ഭക്ഷണത്തിന് ക്ഷാമമുണ്ടെങ്കിൽ അതിൽ കുറച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും. തനിക്കുള്ള കുറച്ച് അറിവ് അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കും. തനിക്ക് കിട്ടാത്ത ബഹുമാനം മറ്റുള്ളവർക്ക് നൽകും. അങ്ങനെ സാവധാനം അയാൾക്ക് ജീവിതത്തിൽ ഇല്ലാത്തതെല്ലാം അയാൾക്ക് കിട്ടാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യമാകുന്നത്? നമ്മൾ വിചാരിക്കും നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മുടേതാണ് എന്ന്. ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന്. അതുകൊണ്ട് അവർ പ്രകൃതിയെ തന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കും. ഇവിടെയാണ് മനുഷ്യർ തെറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്രകൃതിക്ക് ഇത് കാര്യമേ അല്ല. ആർക്ക് വേണമെങ്കിലും മരത്തിൻ്റെ തണലിൽ വിശക്കുന്ന ആർക്കും അതിൻ്റെ പഴം പറിച്ച് വിശപ്പ് മാറ്റാം. മരം ഒരിക്കലും പറയില്ല എൻ്റെ തണലും പഴങ്ങളും എൻ്റെ കുടുംബത്തിനും ഫ്രണ്ട്സിനും മാത്രമാണ് എന്ന്. കാരണം മരം പ്രകൃതിയാണ്. പക്ഷേ ഒരു മനുഷ്യന് അത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക്
നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മക്കളെ സ്നേഹിക്കാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നോക്കുന്നത് പോലെ മറ്റുള്ളവരെയും നോക്കാൻ പറ്റുമോ? ഇല്ല. കാരണം മനുഷ്യർ ഒരിക്കലും നമ്മൾ പ്രകൃതിയാണ് എന്ന് വിചാരിക്കുമില്ല. ഇപ്പോൾ വെള്ളം തീരുമാനിക്കുകയാണ് ഞാൻ എൻ്റെ ആൾക്കാർക്ക് മാത്രമേ വെള്ളം കൊടുക്കുകയുള്ളൂ എന്ന്. എന്ത് സംഭവിക്കും? നമ്മളെല്ലാം വെള്ളമില്ലാതെ മരിക്കും, അല്ലേ? അതേപോലെ മരം വിചാരിച്ചാൽ ഞാൻ ഓക്സിജൻ എൻ്റെ കുടുംബത്തിനും ഫ്രണ്ട്സിനും മാത്രം നൽകും എന്ന്. സൂര്യൻ തൻ്റെ കുടുംബത്തിന് മാത്രം വെളിച്ചം നൽകുമെന്ന്. ഭൂമി തൻ്റെ കുടുംബത്തിന് മാത്രമേ ഭൂമിയിൽ താമസിക്കാൻ സമ്മതിക്കൂ എന്ന്. നോക്ക്, പ്രകൃതി ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളും പ്രകൃതിയെ പോലെ എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പഠിക്കണം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾക്ക് തിരിച്ചു കിട്ടുന്നത്. ഒരിക്കലും ദുഃഖവും കഷ്ടവും മറ്റുള്ളവർക്ക് കൊടുക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും. നിങ്ങൾ ഒരു കല്ല് മേലേക്ക് എറിഞ്ഞതിന് ശേഷം നല്ല പൂക്കൾ തലയിൽ വീഴണം എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? നിങ്ങളുടെ തലയിൽ കല്ല് തന്നെയല്ലേ വീഴുക? അതുകൊണ്ട് നമ്മൾ നല്ല അറിവോട് സത്യം മനസ്സിലാക്കി ജീവിക്കണം. നമ്മൾ ഈ ലോകത്തിന് കൊടുക്കുന്നത് എന്താണ് എന്ന് നന്നായി ആലോചിക്കണം. നന്ദി, നമസ്കാരം.